ഹായ് എവരി വൺ, RSK എഡ്യൂടെക്കിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. കണ്ടിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് ആദ്യത്തെ 3 വീഡിയോസ് പ്രോപ്പറായിട്ട് കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുക, എന്നാലേ നിങ്ങൾക്ക് കണ്ടിന്യൂറ്റി കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടാണ് നിർത്തിയത്. ഒരു ഫ്ലോ ചാർട്ട് ഇവിടെ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. സോ നമ്മൾ അൽഗോരിതം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. സോ അൽഗോരിതം മാത്രം എഴുതിയാൽ മതി. ഞാൻ ഈ ക്വസ്റ്റ്യൻ എന്തിനാ തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലോജിക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ ലോജിക് നിങ്ങൾ പ്രോപ്പറായിട്ട് നല്ലോണം നിങ്ങൾ എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇപ്പൊ എക്സാമ്പിൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ക്വസ്റ്റ്യൻ. ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കാം. നമ്മൾ ഒരു ടൈം കൊടുക്കണം. എന്തി കൊടുക്കണം? സെക്കൻഡ്സിലാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? അവറിലും മിനിറ്റിലും സെക്കൻഡിലോട്ടും കൺവേർട്ട് ചെയ്യാനാണ് അവർ പറഞ്ഞേക്കുന്നത്. എന്നിട്ട് അത് ഡിസ്പ്ലേ ചെയ്യും. എക്സാമ്പിൾ തന്നിട്ടുണ്ട് 3700 സെക്കൻഡ്. അങ്ങനെ 3700 സെക്കൻഡാണ് ഇൻപുട്ട് തരുന്നതെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇതിൽ 3600 സെക്കൻഡ് ഇല്ലേ? ആ 3600 സെക്കൻഡ് അല്ലേ നമ്മുടെ ഒരു മിനിറ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ 3600 സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ എത്ര സെക്കൻഡ് ബാക്കിയുണ്ട്? ഒരു 100 സെക്കൻഡ് ബാക്കിയില്ലേ? ആ 100 സെക്കൻഡിന്റെ അകത്തുനിന്ന് 60 സെക്കൻഡ് മാറ്റി നിർത്തിയാൽ നിങ്ങളുടെ ഒരു മിനിറ്റ് ആയില്ലേ? അപ്പോൾ എന്നിട്ട് ഇതിൽ പിന്നെ ബാക്കിയുള്ള എത്രയാണ്? 40 സെക്കൻഡ്. ഇത് തന്നെയാണ് അവരും പറഞ്ഞേക്കുന്നത് ചെയ്യാനായിട്ട്. നിങ്ങൾ ഒരു ടൈം സെക്കൻഡ്സിൽ ഇൻപുട്ട് ചെയ്താൽ അതിനെ മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക? സോറി, ഈ 1 മിനിറ്റ് തെറ്റാണ്, ഞാൻ പറഞ്ഞ തെറ്റാണ്, ക്ഷമിക്കണം. 1 മിനിറ്റ് അല്ല, 3600 സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 1 അവർ ആണ് കേട്ടോ, സോറി. പിന്നെ 100 സെക്കൻഡ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് എത്ര സെക്കൻഡ്? 60 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മിനിറ്റ്. ബാക്കി എത്ര സെക്കൻഡ് ബാക്കിയുണ്ട്? 40 സെക്കൻഡ് ബാക്കിയുണ്ട്. അപ്പൊ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്തായിരിക്കണം? 1 മണിക്കൂർ 1 മിനിറ്റ് 40 സെക്കൻഡ്. ഞാൻ സെയിം വേറൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ലോജിക് ബിൽഡിങ്ങിലോട്ട് പോവാം. 7300 സെക്കൻഡ്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, 3600 സെക്കൻഡ് എന്ന് പറയുന്നത് എത്ര മിനിറ്റാ? എത്ര മിനിറ്റ് അല്ല, എത്ര മണിക്കൂറാ? സോറി, എത്ര മണിക്കൂറാണ്? 1 മണിക്കൂർ. അപ്പോ ഇൻറ്റു 2 ചെയ്ത് 2 ചെയ്താൽ 3600 7200 സെക്കൻഡ് വരത്തില്ലേ? അപ്പൊ 7200 സെക്കൻഡ് എത്ര മണിക്കൂറാ? 2 മണിക്കൂർ. അപ്പൊ ഇതിന്റെ അകത്ത് നിന്ന് സത്യം പറഞ്ഞാൽ 7200 സെക്കൻഡ് എന്ന് പറയുന്നത് എത്ര മണിക്കൂറാ? 2 മണിക്കൂർ. ബാക്കി എത്ര സെക്കൻഡ് ബാക്കിയുണ്ട്? 100 സെക്കൻഡ് ബാക്കിയുണ്ട് ഇതിന്റെ അകത്ത്. 7300 7200 പോയ പിന്നെ 100 സെക്കൻഡ് അല്ലേ ബാക്കിയുള്ളൂ. ആ 100 സെക്കൻഡിൽ നിന്ന് എത്ര സെക്കൻഡ്? 60 സെക്കൻഡ്. 60 സെക്കൻഡ് എത്ര? 1 മിനിറ്റ് ആണ് 60 സെക്കൻഡ്. ബാക്കി എത്ര നിപ്പുണ്ട്? 40 സെക്കൻഡ്. അപ്പോൾ 7300 ആയിരുന്നു നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ആൻസർ എങ്ങനെ കിട്ടിയേനെ? 2 മണിക്കൂർ 1 മിനിറ്റ് എത്ര സെക്കൻഡ്? 40 സെക്കൻഡ്. അപ്പൊ നമ്മൾ കൊച്ചു ക്ലാസ്സിലേ മുതൽ പഠിച്ചിട്ടുണ്ട്, ഒരു സെക്കൻഡ്സിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? അവറിലോട്ട് കൺവേർട്ട് ചെയ്യണം. അവറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യും മക്കളെ? ഡിവൈഡ് ബൈ 3600. കാരണം 1 മണിക്കൂർ എത്ര സെക്കൻഡ് ഉണ്ട്? 3600 സെക്കൻഡ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? എത്ര മണിക്കൂർ ഉണ്ടെന്ന് കിട്ടും. അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. നോക്കിക്കോളൂ, ഇവിടെ സ്റ്റെപ്പ് 1 നമ്മുടെ എന്താണ്? സ്റ്റാർട്ട് തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. സ്റ്റെപ്പ് 2 എന്താണ്? ഇൻപുട്ട്. ഞാൻ നിങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇൻപുട്ട്. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. ടൈം കൊടുക്കാതെ കണ്ടുപിടിക്കാൻ പറ്റുമോ? കമ്പ്യൂട്ടർ പ്രവൃത്തി ചെയ്യും, പക്ഷെ ഇൻപുട്ട് വേണ്ടേ? അപ്പൊ എന്താണ് ഇൻപുട്ട്? അതിവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻപുട്ട് ടൈം ഇൻ സെക്കൻഡ്സിലാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ഇൻപുട്ട് ടൈം. അപ്പൊ എന്റെ വേരിയബിളിന്റെ പേര് ഞാൻ ടൈം കൊടുത്തത്. അപ്പൊ ഈ ടൈം എന്ന് പറയുന്ന വേരിയബിളിന്റെ അകത്തായിരിക്കും ഞാൻ എന്ത് സ്റ്റോർ ചെയ്യുന്നത്? സെക്കൻഡ്സിൽ കൊടുക്കുന്ന എന്റെ ടൈം സ്റ്റോർ ചെയ്യുന്നത്. നിങ്ങൾ സങ്കല്പിക്കുക, ഞാൻ കൊടുത്തത് 3700 ആണെന്ന് സങ്കല്പിക്കുക. സോ ഞാൻ സങ്കല്പിച്ചു 3700 ആണ് ഞാൻ കൊടുത്തത്. 3700 എന്തി കൊടുക്കണമെന്നാ പറഞ്ഞത്? സെക്കൻഡ്സിൽ കൊടുക്കണമെന്നാണ് കൊടുത്തു കഴിഞ്ഞു. ഇനി എന്താണ് വേണ്ടത് ഇതിന്റെ അകത്തുനിന്ന്? ഇതിൽ നിന്ന് ആദ്യം നമുക്ക് അവർ കണ്ടുപിടിക്കണം. അപ്പൊ അവർ കണ്ടുപിടിക്കാൻ ഞാനൊരു വേരിയബിൾ എടുത്തു, HR എന്ന് പറയുന്ന വേരിയബിൾ എടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ടൈമിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു? 3600 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഈ ഓപ്പറേറ്റർ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് തരുന്നത്? കോഷ്യന്റ് ആണ് തരുന്നത്. അപ്പൊ ഈ ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നിങ്ങൾ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി. HR is equal to ടൈം എത്ര? 3700 ഡിവൈഡ് ബൈ 3600. നിങ്ങളുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കമ്പ്യൂട്ടർ എന്ത് ചെയ്യും? 3700നെ 3600 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ആൻസർ എന്തായിരിക്കും കിട്ടുന്നത്? കോഷ്യന്റ് ആയിരിക്കും ആൻസർ ആയിട്ട് കിട്ടുന്നത്.
കോഷ്യന്റ് ആയിട്ട് ആൻസർ കിട്ടുമ്പോൾ കോഷ്യന്റ് ആൻസർ എത്രയാണ്? 1 ആണ് കോഷ്യന്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻസ്ട്രക്ഷനിൽ നിന്ന് HR എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ എത്ര കിട്ടി? 1 കിട്ടി. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക മക്കളെ, ബാക്കി എത്ര സെക്കൻഡ്സ് ഉണ്ട്? 3600 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 100 സെക്കൻഡ്സ് ഉണ്ടെങ്കിൽ. പക്ഷെ ആ 100 സെക്കൻഡ്സ് എനിക്ക് വേണ്ടേ? അപ്പൊ നിങ്ങളുടെ ആ ഒരു ഈ ഒരു ക്ലാസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ ഒന്ന് ചിന്തിച്ചു നോക്കി, ഇവിടെ എവിടെയെങ്കിലും 100 കിടപ്പുണ്ടോ? യെസ്, 100 കിടപ്പുണ്ട്. 100 ഏത് സെക്ഷനിലാണ് കിടക്കുന്നത്? റിമൈൻഡർ സെക്ഷനിലാണ് കിടക്കുന്നത്. നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണ് റിമൈൻഡർ എടുക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ റിമൈൻഡർ എനിക്ക് വേണം. അപ്പൊ നോക്കിക്കോ, സ്റ്റെപ്പ് 4 നോക്കിക്കോ. ഞാൻ അടുത്തത് അവർ കഴിഞ്ഞാൽ മിനിറ്റ് ആണ്. അപ്പൊ മിനിറ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ എഴുതുന്നത് ശ്രദ്ധിച്ചു നോക്കണേ, ടൈം മോഡുലസ് ഞാൻ എന്ത് എഴുതി? 3600 എഴുതി. അപ്പൊ ടൈം മോഡുലസ് 3600 എഴുതിയപ്പോൾ നിങ്ങൾ 2 ഓപ്പറേറ്റർ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആദ്യത്തെ ഓപ്പറേറ്റർ സ്ലാഷ് മാത്രമാണ്, അത് എന്ത് മാത്രമേ തരത്തുള്ളൂ? കോഷ്യന്റ് തരത്തുള്ളൂ. രണ്ടാമത്തെ മോഡുലസ് എന്ത് തരും? റിമൈൻഡർ തരും. അപ്പൊ ഇവിടുത്തെ ആൻസർ 100. 100 കിട്ടിയിട്ട് കാര്യമില്ല. 100 എന്താണ്? 100 സെക്കൻഡ് ആണ്. സെക്കൻഡിനെ എന്താക്കണം? മിനിറ്റ് ആക്കണം. മിനിറ്റ് ആക്കണമെങ്കിൽ എത്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. പഠിപ്പിച്ചിട്ടുണ്ട്, കൊച്ചു ക്ലാസ്സിലെ തൊട്ട് പഠിച്ചിട്ടുണ്ട്. എന്താണ്? സെക്കൻഡിനെ എന്താക്കണം? മിനിറ്റ് ആക്കണമെങ്കിൽ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പഠിച്ചിട്ടുണ്ട് നിങ്ങൾ ഇല്ലേ? പഠിച്ചിട്ടില്ലേ? അപ്പം ഈ ഒരു ആൻസറിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി മനസ്സിലാവാത്ത ഒന്നും കൂടെ ശ്രദ്ധിച്ചോ. ഞാൻ ഇതിന്റെ അകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ശ്രദ്ധിച്ചു നോക്ക്. മിൻ ഇസ് ഈക്വൽ ടു, മിൻ എന്ന് പറഞ്ഞ വേരിയബിളിന്റെ പേരാണ്, മിനിറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ടൈം എത്ര? 3700. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 3700 മോഡുലസ് 3600 ഡിവൈഡ് ബൈ എന്താണ്? 60. നിങ്ങളൊന്ന് പറ, 3700നെ 3600 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? മോഡുലസ് എന്താ കിട്ടുന്നത്? റിമൈൻഡർ കിട്ടുന്നത്. റിമൈൻഡർ എത്ര കിട്ടും? 100. 100നെ ഡിവൈഡ് ബൈ 60 ചെയ്യുമ്പോൾ പറ മക്കളെ, എത്ര ആയിരിക്കും കിട്ടുന്നത്? 100നെ ഡിവൈഡ് ബൈ 60 ചെയ്യുമ്പോൾ കോഷ്യന്റ് അല്ലേ ആൻസർ ആയിട്ട്. അപ്പൊ കോഷ്യന്റ് എത്ര? 1. അപ്പൊ മിന്നിന്റെ വാല്യൂ എത്ര കിട്ടി? മിന്നിന്റെ വാല്യൂ 1 കിട്ടി. കിട്ടിയോ ഇല്ലയോ? കിട്ടി. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എന്നാൽ പിന്നെ 40 സെക്കൻഡ്, 100ന്റെ അകത്ത് നിന്ന് ഞാൻ 60 സെക്കൻഡും എടുത്തു കഴിഞ്ഞു. അപ്പൊ പിന്നെ ബാക്കി എത്രയാണ് ബാക്കി നിൽക്കുന്നത്? 40 സെക്കൻഡ്. പോസ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ തന്നെത്താൻ എഴുതി നോക്കണം. പോസ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ നോക്കണം, എന്നിട്ടേ എന്റെ വീഡിയോ നോക്കാവൂ. അപ്പൊ സ്റ്റെപ്പ് 5 എന്തായിരിക്കും എന്റെ സ്റ്റെപ്പ് 5? അപ്പൊ ലാസ്റ്റ് എനിക്ക് സെക്കൻഡ് ആണ് കണ്ടുപിടിക്കുന്നത്. സെക്കൻഡ് ഈസ് ഈക്വൽ ടു, ചിന്തിച്ചു നോക്കുക, ടൈമിനെ എന്തുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തു? 3600 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തു. അപ്പൊ എനിക്ക് എത്ര കിട്ടി ആൻസർ? 100 കിട്ടി. ആ 100നെ മോഡുലസ് 60 ചെയ്താൽ, ചിന്തിച്ചു നോക്ക്, മോഡുലസ് 60 ചെയ്താൽ എന്ത് കിട്ടും? എന്റെ റിമൈൻഡർ ആയ എന്ത് കിട്ടും? 40 കിട്ടും. കിട്ടുമോ ഇല്ലയോ? നിങ്ങൾ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം. സെക് ഇസ് ഈക്വൽ ടു ടൈം എത്ര? 3700 തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. മോഡുലസ് 3600 തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? മോഡുലസ് 60 എഴുതി. ഒന്ന് ചിന്തിച്ചു നോക്ക്, 3600 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മോഡുലസ് ആകുമ്പോൾ എന്ത് വരും? റിമൈൻഡർ എത്ര? 40 മോഡുലസ് എത്രയാണ്? 40 മോഡുലസ്, സോറി, മോഡുലസ് തെറ്റാണ് ഇവിടെ. ഈ മോഡുലസ് തെറ്റാണ്, കാരണം ഇവിടെ മോഡുലസ് കറക്റ്റ് ആണ്. മോഡുലസ് കറക്റ്റ് ആണ്. ഇവിടെ എന്താണ് നമുക്ക് തെറ്റിയെന്ന് നോക്കട്ടെ. ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞതിൽ എന്തോ ഒരു തെറ്റുണ്ട്. ഡിവൈഡ് മോഡുലസ് 3600 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റിമൈൻഡർ ആണ് കിട്ടുന്നത്. അപ്പൊ റിമൈൻഡർ ആണ് 3600. റിമൈൻഡർ എത്ര കിട്ടുന്നത്? 100 ആയിരുന്നു കിട്ടുന്നത്. ഞാൻ എഴുതിയത് തെറ്റിപ്പോയതാണ്. 3600 3600 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? റിമൈൻഡർ ആണ് കിട്ടുന്നത്. സോറി, ഞാൻ ഈ 40 എടുത്ത് എഴുതി, അത് തെറ്റാണ്. 100 മോഡുലസ് എത്രയാണ്? 60. അപ്പൊ 100നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മോഡുലസ് എന്ന് വെച്ചാൽ എന്താ? റിമൈൻഡർ എടുക്കുന്നത്. അപ്പൊ റിമൈൻഡർ എന്തായിരിക്കും ആൻസർ കിട്ടുന്നത്? 100നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മോഡുലസ് എത്ര? 40 കിട്ടി. കിട്ടുമോ? അപ്പൊ സെക്കൻഡിന്റെ വാല്യൂ എത്ര കിട്ടി? 40 കിട്ടിയോ ഇല്ലയോ? അപ്പോ സ്റ്റെപ്പ് 6ന്റെ അകത്ത് എന്തായിരിക്കും ഞാൻ പ്രിന്റ് ചെയ്യുന്നത്? ലാസ്റ്റ് സ്റ്റെപ്പിന്റെ അകത്ത് എന്തായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്? പ്രിന്റ് HR പ്രിന്റ് ചെയ്തു. പിന്നെന്ത് പ്രിന്റ് ചെയ്തു? MIN പ്രിന്റ് ചെയ്തു. പിന്നെന്ത് പ്രിന്റ് ചെയ്തു? ഞാൻ സെക്കൻഡും പ്രിന്റ് ചെയ്തു. കിട്ടിയോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിളും കൂടെ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു 3 സ്റ്റേറ്റ്മെന്റ് വെച്ച് തന്നെ പറഞ്ഞുതരാം. കാരണം നമ്മൾ 2 എക്സാമ്പിൾ ഇവിടെ 7300 സെക്കൻഡ് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇതേ അൽഗോരിതം വെച്ച് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് കിട്ടുമോ ഇല്ലയോ നമുക്കൊന്ന് നോക്കാം അല്ലേ? നമുക്ക് ഇത് ചെയ്ത് വെച്ച് നോക്കാം. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? സ്റ്റോപ്പ് ആയിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആയിട്ട് മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പം നമുക്ക് 7300 സെക്കൻഡ് വെച്ചും കൂടെ ഒന്ന് ചെയ്തു നോക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലോ ചാർട്ടിലോട്ട് പോകാം. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു നോക്കി എല്ലാവരും. 7300 സെക്കൻഡ് ഇൻപുട്ട്. അപ്പോ എന്റെ ഇതെന്താണ്? ടൈം എന്ന് പറയുന്ന വേരിയബിളിന്റെ അകത്താണ് ഞാൻ എന്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? 7300. അപ്പൊ എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അനുസരിച്ച് HR എന്തായിരിക്കും? അവർ എന്തായിരുന്നു? അവർ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? അവർ ഇസ് ഈക്വൽ ടു ടൈം ഡിവൈഡ് ബൈ 3600. ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ നിങ്ങൾ.
7300 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷം മതിയെ HR is equal to 7300 by 3600. 7300 divided by 3600. 1s are 2s are 7200. എത്ര കിട്ടി റിമൈൻഡർ 100. അപ്പം ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ആൻസർ ആയിട്ട് എടുക്കുന്ന കോഷ്യന്റ്? അപ്പൊ HR എത്ര കിട്ടി? 2 കിട്ടി. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇത് സ്റ്റെപ്പ് ഏതായിരുന്നു? നമ്മുടെ സ്റ്റെപ്പ് 3 ആയിരുന്നു ഞാൻ എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ, സ്റ്റെപ്പ് 4ന്റെ അകത്ത് എന്തായിരുന്നു കടന്നിരുന്നത്? സ്റ്റെപ്പ് 4ന്റെ അകത്ത് മിനിറ്റ് ഈസ് ഈക്വൽ ടു ടൈം മോഡുലസ്. കാരണം റിമൈൻഡർ വേണം നമുക്ക്, റിമൈൻഡർ. കാരണം ബാക്കി കിടക്കുന്ന എത്ര സെക്കൻഡ് ആണ്? 100. സോ 100 വേണം. സോ 3600 അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു? 60 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇതെല്ലാവരും നമ്മുടെ എഴുതിയ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നോക്കിയ ടൈം 3700. 3700 ടൈം എത്ര? 7300 ആണ് കേട്ടോ. 7300 മോഡുലസ് 3600 ഡിവൈഡ് ബൈ 60. അപ്പോൾ 7300 3600 മോഡുലസ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ആൻസർ എന്ത് കിട്ടും? 100 കിട്ടും. 100 ഡിവൈഡ് ബൈ 60. അപ്പോൾ മിൻ ഈസ് ഈക്വൽ ടു 100 ഡിവൈഡ് ബൈ 60. 100നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്ക്. 61s are 60. എത്ര ആൻസർ കിട്ടി? ബാക്കി 40 ആണോ? അപ്പൊ മിൻ എത്ര കിട്ടി ആൻസർ? റിമൈൻഡർ 40 ആണ്. കോഷ്യന്റ് എത്രയാണ്? 1. അപ്പൊ ഡിവൈഡ് സിമ്പിൾ എന്തായിരിക്കും ആൻസർ വരുന്നത്? കോഷ്യന്റ് ആയിരിക്കും. സോ ആൻസർ എത്ര കിട്ടി? മിന്ന് 1 കിട്ടി. സ്റ്റെപ്പ് 5 നോക്ക്. സ്റ്റെപ്പ് 5 ഞാൻ എന്താ എഴുതിയത്? സെക്കൻഡ് ഈസ് ഈക്വൽ ടു ടൈം മോഡുലസ് 3600 മോഡുലസ് 60. ഇതല്ലായിരുന്നു ഞാൻ എഴുതിയത്. അപ്പൊ ടൈം പറ. 7300 മോഡുലസ് 3600 മോഡുലസ് 60. അപ്പൊ 7300 3600 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ മോഡുലസ് അല്ലേ റിമൈൻഡർ. അപ്പൊ എത്ര കിട്ടും ഇതിന്റെ ആൻസർ? 100. 100 മോഡുലസ് 60 പറ. 100നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മോഡുലസ് ആയിട്ട് എത്ര വരും? 40 വരും. വന്നോ? 2 മണിക്കൂർ 1 മിനിറ്റ് 40 സെക്കൻഡ്. ഡൗട്ട് ഉണ്ടോ? ഞാൻ 2 എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചത്. കാരണം നേരത്തെ ഒരു ചെറിയൊരു ഇത് എനിക്ക് കൺഫ്യൂഷൻ വന്നുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, നിങ്ങൾക്ക് പിന്നെ ഒന്നും കൂടെ അത് എന്ത് ചെയ്ത് തന്നത് പറഞ്ഞ് തന്നു. ക്ലിയർ ആയോ? ഇത് നിങ്ങളുടെ ലോജിക് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യിപ്പിച്ച് നമുക്ക് ഇതിനെ പിരിച്ച് പ്രോഗ്രാമിലോട്ട്, നെക്സ്റ്റ് നമ്മൾ ഫ്ലോ ചാർട്ട് പഠിച്ചാൽ ഉടനെ തന്നെ നമ്മൾ എന്തിലോട്ട് പോകും? പ്രോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പഠിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഇങ്ങനെയാണ് ലോജിക് ബിൽഡ് ചെയ്യുന്നത്. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. അൽഗോരിതം കഴിഞ്ഞിട്ട് അടുത്ത ടോപ്പിക്കാണ് നമ്മുടെ എന്താണ്? ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ടിലോട്ട് പോകും. അപ്പൊ എന്തിനാണ് ഫ്ലോ ചാർട്ട്? ഞാൻ നിങ്ങളെ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എപ്പോഴും പ്രോഗ്രാം ബിൽഡിങ്ങിൽ ഫസ്റ്റ് ഫേസ് എന്നാണ് അൽഗോരിതം. അത് നമ്മളിപ്പോ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനിയും ഉണ്ട് അൽഗോരിതം ചെയ്യാൻ ഒരുപാട്. പക്ഷെ നമ്മൾ ഇത്രയും ചെയ്തു. ഇനി ഫ്ലോ ചാർട്ട് പഠിക്കുവാണ് നമ്മൾ ഇത്രയത്തിന്റെയും. അത് കഴിഞ്ഞ് നമ്മൾ ഇതിന്റെ ഇത്രയും പ്രോഗ്രാംസ് എഴുതും. എന്നിട്ട് നമ്മൾ ഹയർ പ്രോഗ്രാംസിലോട്ട് പോകുമ്പോൾ നമ്മൾ അതിന്റെ അൽഗോരിതവും ഫ്ലോ ചാർട്ടും എല്ലാം വരച്ചിട്ടേ പോകത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ അൽഗോരിതം എഴുതും, പിന്നെ നമ്മൾ എന്ത് വരയ്ക്കും? ഫ്ലോ ചാർട്ട് വരയ്ക്കും എന്ന് പറയും. അപ്പൊ എല്ലാവർക്കും ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് നമ്മൾ ഈ ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നത്? പ്ലാനിങ് ഫേസിൽ സാർ പറഞ്ഞു പ്ലാനിങ് ഫേസ് ആണ്, ഓക്കെ, എല്ലാം കറക്റ്റ് ആണ്. അപ്പൊ ഓൾറെഡി ഒരു പ്ലാനിങ് ഫേസ് കഴിഞ്ഞില്ല, പിന്നെ എന്തിനാ പ്ലാനിങ് ഫേസ്? അപ്പൊ ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് തരാം. നിങ്ങൾ എല്ലാവരും ബുക്കുകൾ വായിച്ചിട്ടുണ്ട്, ഒരുപാട് ലേഖകന്മാർ. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്ത ഒരു സിനിമയാണ് ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ. ഈ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ ബുക്കായിട്ട് വന്നിട്ടുണ്ട്. അത് ബെന്യാമിൻ എന്ന് പറയുന്ന ഒരു ലേഖകൻ പ്രോപ്പറായിട്ട് എഴുതി ബുക്കായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഒരുപാട് പേര് ബുക്കായിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഒരുപാട് ആൾക്കാർ ബുക്ക് പഠിച്ചിട്ടുമില്ല. പക്ഷെ ഒരു പിക്ചർ വരുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ബുക്ക് എന്ന് പറയുന്ന ഒരു 900 പേജസ് അല്ലെങ്കിൽ എത്രയോ ഒരു 1000 പേജസോ അത്രയും പേജസ് ഒക്കെ വരും. അപ്പൊ ചിലവർക്ക് അത്രയും ക്ഷമ കാണത്തില്ല അത് പഠിക്കും. അപ്പോൾ അവർ ഈ പിക്ചർ കാണും. കാരണം 2-2.5 മണിക്കൂർ കൊണ്ട് ആ ബുക്ക് മൊത്തം മനസ്സിലാവുന്ന പോലാണ് ഈ പിക്ചർ വെച്ചേക്കുന്നത്. കാരണം ചിലവരെപ്പോഴും നിങ്ങൾ നോക്കിയാൽ മതി, രണ്ടും കമ്പയർ ചെയ്താൽ എപ്പോഴും ബുക്ക് വായിക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള ആസ്വാദന രീതി ഉണ്ടെന്ന് നമുക്കറിയാം. അതിനെ നമ്മൾ കുറ്റം പറയുകയല്ല ചെയ്യുന്നത്. പക്ഷെ ചിലവർക്ക് എന്ത് ചെയ്യും, ബുക്കിനെ കാട്ടി താല്പര്യം ഇതിന്റെ സിനിമ കാണാനാണ്. കുറേ ബുക്കുകൾ അതേപോലെ സിനിമ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, ഒരു 1000 പേജിന്റെ അകത്ത് എഴുതി വെച്ചേക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഒരു 2 മണിക്കൂറിനകത്ത് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം അങ്ങ് പിടികിട്ടും. എല്ലാ മേജർ ആയിട്ടുള്ള ഈവന്റ്സും കാര്യങ്ങളും പിടികിട്ടും. അതാണ് നമ്മൾ പറഞ്ഞത്. അതേപോലെയാണ്, കാരണം അത് പെട്ടെന്ന് മനസ്സിലാവുന്നില്ലേ, അതേപോലെയാണ് ഇവിടെ ഫ്ലോ ചാർട്ട് എന്ന് പറയും. ഈ അൽഗോരിതം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ കണ്ടു എഴുത്താണ്. ഇനി ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞ് ഈ ക്ലാസ് മുമ്പോട്ട് പോയി വരുമ്പോൾ ഒരുപാട് വലിയ പ്രോഗ്രാംസ് നമ്മൾ എഴുതേണ്ട ഒരു അവസ്ഥ വരും. അതിന്റെയൊക്കെ അൽഗോരിതം എഴുതുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇത് എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന് എഴുതുന്നത് നിങ്ങൾ ഇങ്ങനെ വിചാരിക്കും. കാരണം അൽഗോരിതം കുറച്ച് ഡിഫിക്കൽട്ടാണ് മനസ്സിലാക്കാൻ.
പറഞ്ഞ് മനസ്സിലായോ? പക്ഷേ ഫ്ലോ ചാർട്ട് എന്താണ്? ഒരു പിക്ചോറിയൽ. ഫ്ലോ ചാർട്ടിന്റെ ഡെഫിനിഷൻ എപ്പോഴും ഇങ്ങനെയാണ്. ഫ്ലോ ചാർട്ടിന്റെ ഡെഫിനിഷൻ ആരെങ്കിലും ചോദിച്ചാൽ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് ആൻ അൽഗോരിതം. ഒരു അൽഗോരിതത്തിനെ നമ്മൾ എന്ത് ചെയ്യുക? പിക്ചർ, ഒരു പടത്തിന്റെ രൂപത്തിലാക്കുക. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്, ബുക്കും സിനിമയും. രണ്ടിൽ നിന്ന് ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാനും നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളോട് അടുത്ത് നിൽക്കുന്ന സംഭവം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നിങ്ങൾ പറയും സിനിമയായിരിക്കും. പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കും. പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് ആൻ അൽഗോരിതമാണ് ഒരു അൽഗോരിതത്തിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പിക്ചറിന്റെ രൂപത്തിൽ, ഒരു പടത്തിന്റെ രൂപത്തിലാക്കും. എന്തിനു വേണ്ടിയിട്ട്? കുറച്ചും കൂടെ നല്ലവണ്ണം അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ആ ഒരു പ്ലാനിങ് സെക്ഷൻ കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടി. ഇപ്പൊ കുറച്ചും കൂടെ എക്സാമ്പിൾ പറയണം. ഒരു വീട് വെക്കുക. അപ്പൊ ഞാൻ പറയുന്നത് ആണ്ട ഇവിടെ താഴത്തെ ഫ്ലോറിൽ ഒരു മെയിൻ ഹാൾ വേണം, ഈ സൈഡിൽ കിച്ചൺ വേണം, ഈ സൈഡിൽ സ്റ്റെയർ കേസ് വേണം. ഇങ്ങനെയൊക്കെ പറയുന്നതിനെക്കാട്ടി ബെറ്റർ അല്ലേ ഒരു പ്ലാനിൽ പ്രോപ്പർ ആയിട്ട് വരയ്ക്കുന്നത്? വരച്ച് കാണിച്ചു കഴിഞ്ഞാൽ കാണുന്നവന് മനസ്സിലാവത്തില്ല പെട്ടെന്ന് ഇവൻ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ ഈ പ്ലാനിങ് ഫേസിൽ രണ്ടാമത്തെ സ്റ്റെപ്പായി ഫ്ലോ ചാർട്ട്. കാരണം ഇത് കണ്ടാൽ കുറച്ചും കൂടെ ആൾക്കാർക്ക് വ്യക്തത വരും. കാര്യം എന്താണ് ഇവൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ ഡെഫിനിഷൻ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് ആൻ അൽഗോരിതം ഈസ് നോൺ ആസ്, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമുക്ക് ആദ്യം എന്താ പഠിക്കേണ്ടത്? ഫ്ലോ ചാർട്ടിന്റെ സിമ്പിൾസ് പഠിക്കണം. ഇത് എക്സാമിന് കേരള യൂണിവേഴ്സിറ്റിയുടെ സി പേപ്പറിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഇത് പഠിച്ചിരിക്കണം. ഞാൻ ഇതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് PDF ആയിട്ട് തരുന്നതായിരിക്കും, ടെൻഷൻ അടിക്കേണ്ട. പക്ഷേ എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക. കമ്പ്യൂട്ടർ സയൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. റാദർ ദാൻ കുറെ സാധനങ്ങൾ എടുത്തു വെച്ച് വായിച്ച് കാണാൻ പഠിക്കുന്നതിനെക്കാട്ടി മനസ്സിലാക്കി പഠിച്ചാൽ ഇത് വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു സാധനം. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഈ ഫ്ലോ ചാർട്ടിന്റെ സിമ്പിൾസ് ഒന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ സിമ്പിളാണ് എലിപ്സ് എന്ന് പറയുന്ന സിമ്പിളാണ്. എലിപ്സ് പോലെ ഇരിക്കുന്ന ഒരു സിമ്പിളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൽഗോരിതത്തിന്റെ സ്റ്റാർട്ടും സ്റ്റോപ്പും നിങ്ങൾ കണ്ടാൽ ഞാൻ എല്ലാ അൽഗോരിതത്തിനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റാർട്ടും സ്റ്റോപ്പും പിക്ചോറിയൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിമ്പിളാണ് എലിപ്സ് എന്ന് പറയുന്ന സിമ്പിൾ. ഓക്കെ, സ്റ്റാർട്ടും സ്റ്റോപ്പും രണ്ടും എലിപ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എപ്പോഴും മനസ്സിലാക്കുക, ഏത് ഫ്ലോ ചാർട്ട് വരച്ചാലും ആദ്യത്തെ സിമ്പിളും ഇതായിരിക്കും, അവസാനത്തെ സിമ്പിളും ഇതായിരിക്കും. ഇനി രണ്ടാമത്തെ സിമ്പിൾ എന്ന് പറയുന്നത് പാരലലോഗ്രാം ആണ്. പാരലലോഗ്രാം പോലെ ഇരിക്കും. പാരലലോഗ്രാം നിങ്ങൾക്കറിയാം, രണ്ട് സൈഡ് സെയിം ആയിട്ടിരിക്കും, ചരിഞ്ഞിരിക്കുന്നതാണ് രണ്ട് സൈഡ്, പക്ഷേ ഈക്വൽ ആയിരിക്കും. മുകളിലത്തെ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. ഇതാണ് പാരലലോഗ്രാം എന്ന് പറയുന്ന സിമ്പിൾ. ഇതിനെ നമ്മൾ ടെർമിനൽ, ഈ ആദ്യത്തെ സിമ്പിളിനെ നമ്മൾ ടെർമിനൽ എന്നും വിളിക്കുമേ. ആദ്യത്തെ സിമ്പിളിനെ നമ്മൾ ടെർമിനൽ എന്നും വിളിക്കും. അപ്പൊ ഈ പാരലോഗ്രാം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിന്റെ ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഔട്ട്പുട്ടും ഇൻപുട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാരലോഗ്രാം ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ പ്രോഗ്രാമിലും എല്ലാ അൽഗോരിതം നമ്മൾ ഇതിന്റെ അകത്ത് ഇൻപുട്ടും ഉണ്ട് ഔട്ട്പുട്ടും ഉണ്ട്. അപ്പൊ ആ ഇൻപുട്ടും ഔട്ട്പുട്ടും എന്തിന്റെ അകത്തായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്? പാരലോഗ്രാമിന്റെ അകത്തായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. മൂന്നാമത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് റെക്ടാങ്കിൾ എന്ന് പറയും. റെക്ടാങ്കിൾ രണ്ട് കാര്യങ്ങളാണ് ഇതിന്റെ അകത്ത്. ഒന്ന് പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിനെ കൊണ്ട് നമ്മൾ എന്താണോ ജോലി ചെയ്യിപ്പിക്കുന്നത്, കമ്പ്യൂട്ടർ എന്താണോ പ്രവർത്തിക്കേണ്ടത്, ആ സാധനങ്ങളാണ് നമ്മൾ എന്തിൻ്റെ അകത്ത് എഴുതുന്നത്? പ്രോസസ്സിങ്ങിൻ്റെ അകത്ത് എഴുതുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടത് വെച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നമ്മൾ കൂട്ടിപ്പിച്ചു, അതേപോലെ തന്നെ മൈനസ് സബ്ട്രാക്ട് ചെയ്യിപ്പിച്ചു, അതേപോലെ ഡിവൈഡ് ചെയ്യിപ്പിച്ചു, അതേപോലെ മൾട്ടിപ്ലൈ ചെയ്യിപ്പിച്ചു. ഇങ്ങനത്തുള്ള പ്രവൃത്തികൾ നമ്മൾ കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അതെല്ലാം എന്തിൻ്റെ അകത്തായിരിക്കണം എഴുതേണ്ട? റെക്ടാങ്കിളിൻ്റെ അകത്താണ് എഴുതുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇനീഷ്യലൈസേഷൻ. ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വാക്കാണ് ഇത്. ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രവൃത്തി. ഈ സാധനം നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല, പക്ഷെ ഇനി വരും, മുമ്പോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ എന്നാലും ഞാൻ പറയാം, ഇനീഷ്യലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേരിയബിളിന്റെ അകത്തോട്ട് നമ്മൾ ഒരു വാല്യൂവിനെ സ്റ്റോർ ചെയ്യുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് ഇനീഷ്യലൈസേഷൻ. സ്റ്റോറിംഗ് എ വാല്യൂ ടു എ വേരിയബിൾ ഈസ് നോൺ ആസ് ഇനീഷ്യലൈസേഷൻ എന്ന് പറയാം. ഒരു വാല്യൂവിനെ ഒരു വേരിയബിളിന്റെ അകത്തോട്ട് എടുത്ത് സ്റ്റോർ ചെയ്താൽ അതിനെ ഇനീഷ്യലൈസേഷൻ. അതും നിങ്ങൾ ഒരു ഫ്ലോ ചാർട്ടിന്റെ അകത്ത് എന്തിന്റെ അകത്ത് റെപ്രസെന്റ് ചെയ്യണം? റെക്ടാങ്കിളിന്റെ അകത്ത് റെപ്രസെന്റ് ചെയ്യണം. ഇനി നാലാമത്തെ സിമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല, നമ്മൾ ഒരു അൽഗോരിതത്തിന്റെ അകത്ത് ഇതുവരെ ചെയ്തിട്ടില്ല. റോംബസ് ആണ് സിമ്പിൾ റോംബസ് ആണ്. ഈ റോംബസ് എന്ന് പറയുന്ന സിമ്പിളിനകത്ത് എന്താണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? കണ്ടീഷൻസ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കണ്ടീഷൻസ് ഇതുവരെ പഠിച്ചിട്ടില്ല, നമ്മൾ പെട്ടെന്ന് തന്നെ അടുത്ത 2-3 വീഡിയോയ്ക്കകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? ഈ സാധനം നമ്മൾ കണ്ടീഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? പഠിക്കുന്നതായിരിക്കും. അപ്പൊ കണ്ടീഷൻസ് റെപ്രസെന്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ ഒരു കണ്ടീഷൻ പറയാം, a greater than 10. ഇതൊരു കണ്ടീഷനാണ്.
കണ്ടോ? ഇങ്ങനത്തുള്ള കണ്ടീഷൻസ് റെപ്രസെന്റ് ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന സിമ്പിളാണ് എന്തെന്ന് പറയുന്നത് റോംബസ്. റോംബസിന് ഒരു പ്രത്യേകതയുണ്ട്. റോംബസ് എന്ന് പറയുന്ന സിമ്പിളിന് ഒരു വലിയ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻപുട്ട് വരികയും 2 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള സിമ്പിൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റോംബസ് ആണ്. റോംബസിന്റെ അകത്ത് ഒരു ഇൻപുട്ടേ കയറത്തുള്ളൂ, പക്ഷെ അതിന് 2 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഒരു ഇൻപുട്ടും 2 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുള്ള ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോംബസ്. ഡിസിഷൻ മേക്കിംഗ് സിമ്പിൾ, നമ്മൾ അങ്ങനെയും പറയാം, ഡിസിഷൻ മേക്കിംഗ് സിമ്പിൾ ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് റോംബസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സാധനമാണ് നമ്മുടെ ഡേറ്റ ഫ്ലോ അല്ലെങ്കിൽ ആരോ ലൈൻസ്. നമ്മളിങ്ങനെ ആരോസ്, ഇതിനെയാണ് നമ്മൾ ഡേറ്റ ഫ്ലോ എന്ന് പറയുന്നത്. നിങ്ങൾ അൽഗോരിതത്തിന്റെ അകത്ത് നിങ്ങൾ കണ്ടായിരുന്നു സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് 1 കഴിഞ്ഞാൽ പിന്നെ എന്ത് വർക്ക് ചെയ്യണം? സ്റ്റെപ്പ് 2 വർക്ക് ചെയ്യണം. സ്റ്റെപ്പ് 2 കഴിഞ്ഞാൽ എന്ത് വർക്ക് ചെയ്യണം? സ്റ്റെപ്പ് 3 വർക്ക് ചെയ്യണം. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലേ ഇതേ. അതേപോലെ ഫ്ലോ ചാർട്ടിന്റെ അകത്ത് എല്ലാ സിമ്പിൾസ് അല്ലേ. അപ്പൊ ആദ്യത്തെ സിമ്പിൾ കഴിഞ്ഞ് ഏത് സിമ്പിളാണ് അടുത്തത് വർക്ക് ചെയ്യേണ്ടത് എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ഈ ആരോ ലൈൻസ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഡേറ്റ ഫ്ലോ വെച്ചിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ എങ്ങോട്ടാണ് പോകുന്നത്, ഇൻപുട്ട് കഴിഞ്ഞ് എങ്ങോട്ടാണ് പോകുന്നത്, അത് കഴിഞ്ഞ് എങ്ങോട്ടാണ് പോകുന്നത്, ഇതെല്ലാം നമുക്ക് എന്തിന്റെ അകത്ത് റെപ്രസെന്റ് ചെയ്യാം? ആരോ. ദാണ്ട് ഇവിടെ നോക്കി, ഇതിന്റെ അകത്ത് നിങ്ങൾ നോക്കി, ദാണ്ട് ആരോ വരച്ചേക്കും. അതിനർത്ഥം ഇത് വന്ന് ഇതിന്റെ അകത്തോട്ട് കയറുന്നു. അതേപോലെ തന്നെ ഇവിടുന്ന് ദാണ്ട് ആരോ വെളിയിലോട്ട് വരച്ചേക്കും, ദാണ്ട് ഇവിടുന്ന് വെളിയിലോട്ട് പോകുന്നു. അതാണ് ഡേറ്റ ഫ്ലോ ആണ് എന്തിനെ പറയുന്നത്? ഈ ആരോ ലൈൻസ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു സാമ്പിൾ ഡേറ്റ ഫ്ലോ ഡയഗ്രാം, ഒരു ഫ്ലോ ചാർട്ടിന്റെ ഒരു നോർമൽ ഒരു സിമ്പിൾ ഫ്ലോ ചാർട്ട് നമുക്ക് വരച്ചിട്ട് നമുക്ക് ഈ ക്ലാസ് നിർത്താം. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം തൊട്ട് ഞാൻ പഠിപ്പിച്ച ലാസ്റ്റ് വരെ പഠിപ്പിച്ച ഒരു 7 എണ്ണോ 8 എണ്ണോ നമ്മൾ ഇതിന്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. അത്രയും എണ്ണത്തിന്റെയും ഫ്ലോ ചാർട്ട് നിങ്ങൾ ഈ വീഡിയോ കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ ചെയ്തു നോക്കണം. ഞാൻ ആ ഫ്ലോ ചാർട്ട് എല്ലാം എന്റെ നെക്സ്റ്റ് ക്ലാസിന്റെ സ്റ്റാർട്ടിങ്ങിൽ ആ ഫ്ലോ ചാർട്ട് എല്ലാം കാണിക്കുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ ചെയ്ത് നോക്കണം. ഇവിടെ ശ്രദ്ധിച്ച് നോക്കി, ഏതാണ്ട് സ്റ്റാർട്ട്. അപ്പൊ സ്റ്റാർട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞുള്ള എലിപ്സ് സിമ്പിളിലാണ് സ്റ്റാർട്ടും സ്റ്റോപ്പും. അപ്പൊ സ്റ്റാർട്ട് തുടങ്ങി. ഇത് കഴിഞ്ഞ് രണ്ടാമത് പ്രവർത്തിക്കേണ്ട ഈ സ്റ്റെപ്പാണ് സ്റ്റെപ്പ് 2. അപ്പൊ ആ സ്റ്റെപ്പ് 2 നമ്മൾ ആരോ ഇട്ടു. കണ്ടോ? ആരോ ഡേറ്റ ഫ്ലോ. അപ്പൊ രണ്ടാമത് ഏതാണ് വർക്ക് ചെയ്യേണ്ടത്? ഇൻപുട്ട്. ഇൻപുട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഏത് സിമ്പിളാണ്? പാരലോഗ്രാം സിമ്പിൾ ഉപയോഗിച്ചാണ് റെപ്രസെന്റ്. അപ്പൊ പാരലോഗ്രാം എഴുതി. ഇൻപുട്ട് എന്ത് കൊടുത്തു? A, B കൊടുത്തു. അപ്പൊ ഇത് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ആയി. ഇനി ആരോ കൊടുത്തതിന് ശേഷം സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് ചെയ്യിക്കാത്ത എന്തായിരുന്നു? ഞാൻ എയും ബിയും കൂട്ടാനാണ്. അപ്പൊ ഇത് കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതാണ്. അപ്പൊ പ്രോസസിംഗ് ആണ്. അപ്പൊ ഞാൻ എന്ത് സിമ്പിൾ ഉപയോഗിക്കും? റെക്ടാംഗിൾ സിമ്പിൾ ഉപയോഗിക്കും. റെക്ടാംഗിൾ സിമ്പിളിന്റെ അകത്ത് എന്ത് എഴുതും? സം ഇസ് ഈക്വൽ ടു A plus B എഴുതും. നെക്സ്റ്റ് വൺ സ്റ്റെപ്പ് 4ന്റെ അകത്ത് എന്താണ്? പ്രിന്റ് ചെയ്യും. പ്രിന്റ് ചെയ്യുന്ന വെച്ചാൽ എന്താ? ഔട്ട്പുട്ട് ആണ്. ഔട്ട്പുട്ട് ഏത് സിമ്പിളാന്ന് ഞാൻ പറഞ്ഞു. ഇൻപുട്ട് ഔട്ട്പുട്ട് ഏത് സിമ്പിളാന്ന് പറഞ്ഞു? പാരലോഗ്രാം സിമ്പിളാന്ന് പറഞ്ഞു. അപ്പൊ പാരലോഗ്രാമിന്റെ അകത്ത് ഞാൻ എന്ത് ചെയ്തും? പ്രിന്റ് സബ്. അപ്പൊ പ്രിന്റ് സബ് അല്ല വരുന്നത്. ഇത് തെറ്റാണ്. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയ മക്കളെ, ഇവിടെ സം എന്ന് പറഞ്ഞ വേരിയബിൾ ആണ്. അപ്പൊ ഇവിടെ സബ് എന്ന് എഴുതുന്നത് വളരെ തെറ്റാണ്. അപ്പൊ ഇവിടെ എന്ത് എഴുതണം? സം എന്ന് തന്നെ എഴുതണം. എന്നാലേ വാല്യൂ കറക്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യും. അല്ലെങ്കിൽ ഇത് എറർ പ്രൊവൈഡ് ചെയ്യും. സോ പ്രിന്റ് സം. ലാസ്റ്റ് എന്താണ്? സ്റ്റോപ്പ്. സ്റ്റോപ്പിന് പിന്നെ എന്താണ്? എലിപ്സ് സിമ്പിൾ തന്നെ ഉപയോഗിക്കുക. എന്ത് ചെയ്യുക? സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടൊരു ഫ്ലോ ചാർട്ട്. അപ്പൊ പിന്നെ നിങ്ങൾ ചോദിക്കാം, അതെ സാറ് അൽഗോരിതം എഴുതിയത് തന്നല്ലേ ഈ ഫ്ലോ ചാർട്ടായിട്ട് വരച്ചു വെച്ചാൽ, അപ്പൊ പിന്നെ എന്തുവാ ഈ വ്യത്യാസം? മക്കളെ, വലിയ അൽഗോരിതംസും വലിയ ഫ്ലോ ചാർട്ടും ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ചിലപ്പോൾ 10, 20, 30 പേജിന്റെ ഒരു ഫ്ലോ ചാർട്ടൊക്കെ വരയ്ക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ ചിന്തിച്ചു നോക്കുക. അൽഗോരിതം എഴുതുന്നതിനെക്കാട്ടിയും എന്തുകൊണ്ടും ബെറ്റർ അല്ലേ ഫ്ലോ ചാർട്ട്? കാരണം ഈ സിമ്പിൾസ് കണ്ടെങ്കിലും എനിക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഇൻപുട്ട് ഇതിന്റെ അകത്ത് കൊടുത്തേക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിന്റെ അകത്ത് ഔട്ട്പുട്ട് കൊടുത്തേക്കുന്നത്, എന്തൊക്കെയാണ് കമ്പ്യൂട്ടറിനെ കൊണ്ട് പ്രോസസ് ചെയ്യിപ്പിക്കുന്നത്. ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം വളരെ വ്യക്തമായിട്ടും വളരെ പെട്ടെന്നും കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് പറ്റും ഫ്ലോ ചാർട്ട് കൊണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ സമ്മിന്റെ മാത്രമേ എഴുതിയിട്ടുള്ളൂ, എല്ലാം ആദ്യം മുതൽ 7 വരെയുള്ള ഞാൻ എത്ര അൽഗോരിതം നിങ്ങൾ ചെയ്യിപ്പിച്ചോ പിന്നെയും അൽഗോരിതം എഴുതി ഈ ഫ്ലോ ചാർട്ട് നിങ്ങൾ പിന്നെയും നിങ്ങളുടെ ബുക്കിൽ മൊത്തം വരയ്ക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങളുടെ ഈ ബാക്കി ഫ്ലോ ചാർട്ട്സ് എല്ലാം ഞാൻ റഫായിട്ട് വരച്ചിട്ടേക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, താങ്ക് യു.